ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ? അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാനൊരു മസാലപ്പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇങ്ങനെ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നണില്ലേ? നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമുക്കിത് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ കറികളൊന്നും ആവശ്യമില്ല കേട്ടോ. രാവിലെ തന്നെ നമുക്ക് കറിയൊന്നും ഉണ്ടാക്കാൻ ടൈമില്ലാന്ന് ഉണ്ടെങ്കിൽ നമുക്ക് പുട്ടുപൊടി ഇരിക്കണുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. പുട്ടുപൊടിയൊക്കെ നിങ്ങളെ ആവശ്യത്തിനനുസരിച്ചിട്ട് എത്ര വേണ്ടിച്ചെങ്കിൽ അങ്ങനെ എടുക്കട്ടോ. അപ്പോൾ പിന്നെ മോൾക്ക് എന്താ ഈ മസാലപ്പുട്ട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവൾക്ക് സാധാ പുട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി കുറച്ചധികം പൊടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എത്ര ആവശ്യിച്ചെങ്കിൽ അത്ര എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആ പൊടിക്ക് ധാരാളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് മുന്നേ ഇതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് മൂടി വെച്ചിട്ട് ഇതിക്കുള്ള മസാല തയ്യാറാക്കി എടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു മീഡിയം വലുപ്പമുള്ള സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. കൊത്തി അരിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ. പിന്നെ അതാ ഒരു 1.5 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഉള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ കൂടുതലൊന്നും ആവരുത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എണ്ണ കൂടുതലായിട്ട് ഇതിങ്ങനെ വാട്ടിയെടുത്താൽ ഒരു എണ്ണൻ്റെ ചുവയക്കാരം കേട്ടോ. അപ്പോൾ അത് കഴിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് മൂടി വെച്ചാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊന്ന് മൂടി വെച്ച് എടുത്തപ്പോൾ അത് പെട്ടെന്ന് വഴന്ന് വന്നിട്ടുണ്ടോ. ഇനി ഇതിക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് ചില്ലി ഫ്ലക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് പൊടിച്ചെടുത്തതാണ് ഞാൻ. അപ്പോൾ ഇതാ ഞാനൊരു 1.25 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അളന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് വലിയ എരിവൊന്നും ഇല്ലാത്ത മുളകായതുകൊണ്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ ഞാൻ. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ, എരിവുള്ള മുളകൊക്കെ ആണെന്നുണ്ടെങ്കിൽ. പിന്നെ മുളക് ഇങ്ങനെ ക്രഷ് ചെയ്ത് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഞാനിതാ കുറച്ചധികം തേങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിൽ. ഈ പുട്ടുപൊടി ഇനി നമുക്കിതൊന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് പൊടി മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതിലാണ് ഈ മസാലക്കൂട്ടിടുന്നത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൽ മസാല വേണ്ടാത്തവരുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പൊടിയിൽ നിന്ന് മാറ്റി വെച്ചതാണ് കേട്ടോ. ബാക്കിയുള്ള പൊടിക്ക് ഇത് നമ്മൾ ചിരവി വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിട്ടിട്ടൊന്ന് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് പിന്നെ നമ്മൾ ഈ ഉള്ളി വാട്ടി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ചൂടുണ്ടോയെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ചൂടുണ്ടെന്നുണ്ടെങ്കിൽ കൈ പൊള്ളും. അപ്പോൾ ചൂടാറിയതിൻ്റെ ശേഷം ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ കൈ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തണ മാതിരി ഇതുപോലെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് കുറച്ച് നേരം വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ എല്ലാ ഭാഗത്തേക്കും ആയി. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നല്ലൊരു ഇതാണ്. അപ്പോൾ ഞാൻ അവൾക്ക് ആദ്യം തന്നെ പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, മസാല ഇടാത്ത പുട്ട്. അപ്പോൾ അതിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ മസാലപ്പുട്ട് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അടിയിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അതിൽ കുറച്ച് മേലെ തേങ്ങ ഇട്ട് കൊടുക്കാനായിട്ട് ചെയ്യേണ്ടത്. തേങ്ങ നമ്മളിതിൽ ഇട്ടിട്ടുണ്ടെങ്കിലും കുറച്ച് അടിയിൽ മുകളിലായിട്ട് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഇനി കുക്കറിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളച്ച് ആവി വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ ഇതായി വെക്കുന്നുണ്ട്. പിന്നെ നമ്മളെ പുട്ടുകുറ്റിയിലും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കട്ടോ, അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ പുട്ട് എന്നുള്ള രീതിക്ക് എടുക്കാമല്ലോ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ മിക്കവാറും ഇതിൽ തന്നെ ഉണ്ടാക്കൽ കേട്ടോ. അപ്പോൾ അതാ ആവി വന്നപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല പുട്ടാണ്. നമ്മൾ പുട്ടുപൊടി കൊണ്ടും കൂടെ ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് പുട്ടുമാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇപ്പാനോട് പറഞ്ഞു നല്ല ടേസ്റ്റുള്ള പുട്ടാണ്. അപ്പോൾ ഇതിക്ക് കറിയൊന്നും വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കറിയൊന്നും വേണ്ട, നിങ്ങൾ കഴിച്ച് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കി എനിക്കും ഉമ്മാക്കും ഇപ്പാക്കും അങ്ങനെ ഞങ്ങൾക്ക് 3 ആൾക്കും 3 പുട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മക്കൾക്ക് 2 ആൾക്കും മസാല ഇടാത്ത പുട്ടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ്. അപ്പോൾ ഇപ്പം പുട്ട് തിന്നിട്ട് പറയണം നല്ല ടേസ്റ്റ് ഉണ്ട്, കറിയൊന്നും വേണ്ട, അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നേ നല്ലതെന്ന് പറയാം. അപ്പോൾ തേങ്ങയൊക്കെ കൂടുതൽ ഇട്ടതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്